കഴിഞ്ഞ ദിവസം രാത്രി അതിരൂക്ഷമായ ആക്രമണമാണ് ഗാസയുടെ തെക്കൻ മേഖലകളിൽ ഇസ്രായേൽ സേന നടത്തിയത്. പ്രത്യേകിച്ച് ഖാൻ യൂനിസ്, റഫ മേഖലകളിലേക്ക് ഇസ്രായേലിന്റെ വ്യോമസേന തുടർ ആക്രമണങ്ങൾ നടത്തിയെന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. പാലസ്തീൻ മാധ്യമങ്ങളാണ് ഇത് സംബന്ധിച്ച ആദ്യ വിവരങ്ങൾ പുറത്തുവിടുന്നത്. നിരവധി കെട്ടിടങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നു. അഭയാർത്ഥി ക്യാമ്പുകൾക്ക് സമീപം ആക്രമണം നടത്തിയിരിക്കുന്നു. ചില റെസിഡൻഷ്യൽ ഏരിയയിലേക്ക് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നു എന്നാണ് പാലസ്തീൻ മീഡിയ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇതേക്കുറിച്ച് ഔദ്യോഗികമായി IDF പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ആക്രമണം അതിശക്തമായിരുന്നു എന്നാണ് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ. 2 ദിവസം മുമ്പ് തന്നെ റഫേൽ നിന്ന് പൂർണ്ണമായും പാലസ്തീനികൾ ഒഴിഞ്ഞു പോകണമെന്നുള്ള നിർദ്ദേശം ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് നൽകിയിരുന്നു. ഏകദേശം 4 മുതൽ 5 ലക്ഷത്തോളം ആളുകൾ അഭയാർത്ഥികളായി റഫേൽ കഴിയുന്നുണ്ട്. 6 ആഴ്ച നീണ്ടുനിന്ന വെടിനിർത്തൽ കരാറിന്റെ അവസാന ഘട്ടത്തിലാണ് റഫയിലേക്ക് ആളുകളെ തിരികെ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് കടത്തിവിട്ടത്. നെഡ്സാരിയും ഇടനാഴിയിൽ കർശനമായ പരിശോധനകൾക്കൊടുവിലാണ് റഫയിലേക്ക് ആളുകളെ പ്രവേശിപ്പിച്ചത്. റഫയിലേക്ക് പ്രവേശിക്കുന്നവർ പൂർണ്ണമായും പാലസ്തീനികളാണെന്നും അവരിൽ ഹമാസിന്റെ ഭീകരന്മാർ ഇല്ല എന്നും ഉറപ്പിച്ച ശേഷമാണ് ആ മേഖലകളിലേക്ക് ആളുകളെ വീണ്ടും പ്രവേശിപ്പിക്കാൻ IDF തയ്യാറായത്. ഇപ്പോൾ ഇതാ ആഴ്ചകൾക്ക് പിന്നാലെ ആ മേഖലയിൽ നിന്ന് പൂർണ്ണമായും കുടിയിറങ്ങണമെന്ന നിർദ്ദേശമാണ് IDF നൽകിയിരിക്കുന്നത്. ഏകദേശം 4 മുതൽ 5 ലക്ഷം ആളുകൾ വീണ്ടും മറ്റേതെങ്കിലും മേഖലകളിലേക്ക് പോകണമെന്ന നിർദ്ദേശം ഇപ്പോൾ IDF നൽകുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ ഈ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ റഫയിൽ നിന്ന് പലായനം ചെയ്തു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിന് പിന്നാലെയാണ് റഫയെ ലക്ഷ്യമിട്ട് അതിരൂക്ഷമായ ആക്രമണം വീണ്ടും ഇസ്രായേൽ ആരംഭിച്ചത്. മാർച്ച് മാസം 21-ാം തീയതി ആരംഭിച്ച ആക്രമണം, 2ാം ഘട്ട യുദ്ധം, അത് ഓരോ ദിവസവും കൂടുതൽ രൂക്ഷമാക്കുകയാണ് ഇസ്രായേലി സേന. ഇനി ഹമാസുമായി യാതൊരു തരത്തിലുള്ള സന്ധി സംഭാഷണവുമില്ലെന്നും ആക്രമണമാണ് ഇസ്രായേലിൻ്റെ രീതിയെന്നും ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നു. അഭയാർത്ഥി ക്യാമ്പുകളെന്നോ ജനനിബിഡമായ കേന്ദ്രങ്ങളെന്നോ റെസിഡൻഷ്യൽ കോളനികളെന്നോ ഉള്ള ഒരു വേർതിരിവുമില്ലാതെ അതിശക്തമായ ആക്രമണം ഓരോ മണിക്കൂറിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലി സേന. ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പിന്തിരിഞ്ഞോടുകയാണ് ഹമാസിന്റെ ഭീകരന്മാർ എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ 10-12 ദിവസത്തിനിടയിൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസിന്റെ നേതൃനിരയ്ക്ക് അതിശക്തമായ നാശനഷ്ടമുണ്ടാക്കാൻ ഇസ്രായേലി സേനയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു. 1-ാം ഘട്ട യുദ്ധത്തിൽ ഹമാസിന്റെ ഭീകരന്മാരെയാണ് IDF ലക്ഷ്യമിട്ടതെങ്കിൽ 2ാം ഘട്ട യുദ്ധം ആരംഭിച്ചപ്പോൾ ഹമാസിന്റെ ഭീകരന്മാർക്കൊപ്പം ഹമാസിന്റെ നേതൃനിരയെ കൂടിയാണ് ഇപ്പോൾ IDF ലക്ഷ്യമിടുന്നത്. പ്രധാനപ്പെട്ട 10-ലധികം ഹമാസ് നേതാക്കന്മാരെ ഗാസയിൽ കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ ഇസ്രായേലി സേന കൊലപ്പെടുത്തി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിൽ 5 പേർ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളാണ്. ആകെ ഹമാസിന് 2021 പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ 21 പേരാണ്. അതിൽ 11 പേർ ഇതിനകം തന്നെ കൊല്ലപ്പെട്ടിരിക്കുന്നു. 7 പേരെ കുറിച്ച് യാതൊരു വിവരവുമില്ല. 2 പേർ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് സംബന്ധിച്ച് ചില സംശയങ്ങളുമുണ്ട്. അങ്ങനെ ഹമാസിന്റെ നേതൃനിരയെ ഒന്നാകെ തന്നെ ഇല്ലായ്മ ചെയ്യാൻ IDFന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഏറ്റവും ഒടുവിലായി നടന്ന ആക്രമണത്തിൽ ഗാസയിലെ പ്രധാനമന്ത്രി തന്നെ, ഹമാസിന്റെ ഗാസയിലെ പ്രധാനമന്ത്രി ഇസ്മായിൽ ബർഹൂം തന്നെ കൊല്ലപ്പെട്ടു. ബർഹൂമിനെ നാസർ ആശുപത്രിക്കുള്ളിൽ വെച്ചാണ് ഇസ്രായേലി സേന വധിച്ചത്. നാസർ ആശുപത്രിയെ ഹമാസിന്റെ ബേസ് ക്യാമ്പായി മാറ്റിക്കൊണ്ട് അതിനുള്ളിൽ ഇരുന്നു കൊണ്ട് ഹമാസിന്റെ ഓപ്പറേഷൻസിനെ നിയന്ത്രിക്കുകയായിരുന്നു ഇസ്മായിൽ ബർഹൂം. ആ ഇസ്മായിൽ ബർഹൂമിനെയാണ് അതീവ രഹസ്യമായ ആക്രമണത്തിലൂടെ ഇസ്രായേലി സേന വധിച്ചത്. അങ്ങനെ നിരവധി പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, ഹമാസിന്റെ ഗാസയിലെ പ്രധാനപ്പെട്ട നേതൃനിരയിലുള്ളവർ ഒക്കെ തന്നെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതായത് 2ാം ഘട്ട യുദ്ധം ആരംഭിക്കുമ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സംയുക്തമായി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ ആക്രമണം ഞങ്ങൾ വീണ്ടും തുടങ്ങുകയാണെങ്കിൽ ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ഹമാസിന്റെ നേതൃത്വത്തെ ആയിരിക്കും. ഹലീൽ അൽ ഹയ്യ അടക്കമുള്ള ഖാലിദ് മിഷേൽ അടക്കമുള്ള ഇനി അവശേഷിക്കുന്ന ഹമാസിന്റെ തലവന്മാരെയായിരിക്കും ഞങ്ങൾ ലക്ഷ്യമിടുക. അതുകൊണ്ട് തന്നെ 2ാം ഘട്ട യുദ്ധം ആരംഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. ബന്ദികളെ പൂർണ്ണമായും വിട്ടയക്കുക. ഇനി 24 ബന്ദികളാണ് ഹമാസിന്റെ പക്കൽ ജീവനോട് അവശേഷിക്കുന്നത്. ആ 24 ബന്ദികളെ 2 ഘട്ടങ്ങളിലായി വിട്ടയക്കാനുള്ള നിർദ്ദേശം ഇസ്രായേലും അമേരിക്കയും ഒരുപോലെ തന്നെ ഹമാസിന് മുന്നിൽ വെച്ചതാണ്. എന്നാൽ ഹമാസ് ആകട്ടെ ആ നിർദ്ദേശത്തെ പരിപൂർണമായും തള്ളിക്കളഞ്ഞു. ഇതിന് പിന്നാലെയാണ് ഇസ്രായേൽ ഇപ്പോൾ ആക്രമണം രൂക്ഷമാക്കിയിരിക്കുന്നത്. സജീവമായ ആക്രമണം ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഗാസയുടെ ഓരോ മേഖലയും കുടിയൊഴിപ്പിക്കുകയാണ് ഇസ്രായേലി സേന. ആ മേഖലകളൊക്കെ തന്നെ അതിമാരകമായ ആക്രമണം നടത്തി ബോംബുകൾ ഇട്ട് തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു രീതിയാണിപ്പോൾ ഇസ്രായേൽ പിന്തുടരുന്നത്.
അതേസമയം ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ വീണ്ടും വെടിനിർത്തൽ ചർച്ചകൾ സജീവമായി പുനരാരംഭിക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ്. ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥ ചർച്ചകൾ വീണ്ടും ആരംഭിക്കുകയാണ്. ഹമാസിന്റെ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിക്കാൻ ഖത്തറും ഈജിപ്തും തീരുമാനിച്ചത്. എന്നാൽ ഇതിനോട് ഇസ്രായേലിന്റെ ഔദ്യോഗികമായ പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇസ്രായേൽ ഈ ചർച്ചകളിൽ ഇനി പങ്കെടുക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. അമേരിക്കയും എന്ത് നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കുമെന്നുള്ളത് വളരെ ആശങ്ക ഉയർത്തുന്ന കാര്യങ്ങളാണ്. എന്തായാലും 6 ആഴ്ച നീണ്ടുനിന്ന വെടിനിർത്തൽ കരാർ ജനുവരി മാസം 11-നാണ് ആരംഭിച്ചത്. ആ വെടിനിർത്തൽ കരാർ 6 ആഴ്ച പിന്നിട്ട ശേഷവും വെടിനിർത്തൽ സാധ്യമാക്കാനുള്ള നിർദ്ദേശങ്ങൾ ഇസ്രായേൽ മുന്നോട്ട് വെച്ചു. എന്നാൽ ഇസ്രായേലിന്റെ നിർദ്ദേശങ്ങളെ പാടെ അവഗണിച്ച ഹമാസ് ആകട്ടെ ബന്ദികളെ മോചിപ്പിക്കാൻ തയ്യാറായതുമില്ല. അമേരിക്കയുടെ അന്ത്യശാസനം പിന്നാലെ ഉണ്ടായി. നിങ്ങൾ ബന്ദികളെ 2 ഘട്ടങ്ങളിലായി മോചിപ്പിക്കണം. ബന്ദികളെ വെച്ചുകൊണ്ടുള്ള വിലപേശൽ ഇനി അനുവദിക്കാൻ കഴിയില്ല. ബന്ദികളെ കൈവശം വെച്ചുകൊണ്ടുള്ള സമ്മർദ്ദ തന്ത്രം ഇനി നടത്താൻ പറ്റില്ല എന്ന അന്ത്യശാസനം തന്നെയാണ് അമേരിക്ക ഹമാസിന് നൽകിയത്. എന്നാൽ അമേരിക്കൻ നിർദ്ദേശത്തെയും ട്രംപിൻ്റെ നിർദ്ദേശത്തെയും പൂർണ്ണമായും തള്ളുന്ന ഒരു നിലപാടാണ് ഹമാസ് സ്വീകരിച്ചത്. ഇതിന് പിന്നാലെയാണ് മറ്റു ഗത്യന്തരമില്ലാതെ ഹമാസുമായി വീണ്ടും യുദ്ധം ആരംഭിക്കാൻ ഇസ്രായേൽ തീരുമാനിക്കുന്നതും യുദ്ധം ആരംഭിക്കുന്നതും. അങ്ങനെ ഹമാസിൻ്റെ നെഞ്ചകം പിളർത്തിക്കൊണ്ടുള്ള ആക്രമണം തന്നെയാണ് ഇസ്രായേൽ ആരംഭിച്ചത്. ഹമാസിൻ്റെ നേതൃനിരയെ ഒന്നാകെ തന്നെ തകർത്തു തരിപ്പണമാക്കുന്നതിനുള്ള ആക്രമണം ഇസ്രായേൽ പുനരാരംഭിച്ചു. ഇതിന് പിന്നാലെ ഭയന്ന ഹമാസ് ആകട്ടെ വീണ്ടും വെടിനിർത്തൽ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് നിലവിളിച്ചു. ഖത്തറിനെയും ഈജിപ്തിനെയും ഒക്കെ സമീപിച്ചുകൊണ്ട് ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള തന്ത്രങ്ങൾ പയറ്റി. എന്നാൽ ഇസ്രായേലാകട്ടെ ഇനി ഒരു തരത്തിലുള്ള സന്ധിസംഭാഷണവും ഹമാസുമായി ഇല്ല എന്നുള്ള നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. ഹമാസിനെ സമ്പൂർണ്ണമായി തീർത്ത ശേഷം മാത്രമേ യുദ്ധം അവസാനിപ്പിക്കൂ എന്നുള്ള അതിശക്തമായ നിലപാട് ഇസ്രായേൽ സ്വീകരിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഗാസയുടെ വിവിധ മേഖലകളിൽ കുടിയൊഴിപ്പിക്കൽ നടത്തുന്നതും ഗാസയുടെ ആ മേഖലകളിലേക്ക് ഇസ്രായേലിൻ്റെ വ്യോമാക്രമണം ശക്തമാക്കുന്നതും. കഴിഞ്ഞ ദിവസവും അർദ്ധരാത്രി ഗാസയുടെ തെക്കൻ മേഖലകളിൽ പ്രത്യേകിച്ച് ഖാൻ യൂനിസ്, റഫ അടക്കമുള്ള മേഖലകളിലേക്ക് ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ മണിക്കൂറുകൾ നീണ്ട വ്യോമാക്രമണം നടത്തിയെന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. നാശനഷ്ടങ്ങളുടെ കണക്കുകൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഔദ്യോഗികമായി പാലസ്തീൻ മീഡിയ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇനിയും മണിക്കൂറുകൾ നീണ്ട ആക്രമണം ഗാസയിൽ നടത്തുമെന്നും ഗാസയിലെ അവശേഷിക്കുന്ന അവസാന ഹമാസിൻ്റെ ഭീകരനെയും വധിച്ച ശേഷം മാത്രമേ യുദ്ധം അവസാനിപ്പിക്കൂ എന്നുമാണ് ബെഞ്ചമിൻ നെതന്യാഹു സ്വീകരിക്കുന്ന നിലപാട്.